എന്തായാലും ആ ചുമന്ന ഡയറിയിൽ എഴുതാൻ തുടങ്ങിയ കാലത്ത് വീണ വിജയൻ കരുതിയിട്ടുണ്ടാവില്ല ഈ ഡയറി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരുക്കാകുമെന്ന്. ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ, ആ പേജുകളിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നതിലൂടെ വീണ വിജയൻ എന്ന വലിയൊരു വില്ലത്തിയുടെ മുഖം ഒന്നുകൂടി തെളിയുകയാണ്. മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന വീണ വിജയൻ ഹവാല ഇടപാടുകൾ നടത്തിയതായി എൻഫോഴ്സ്മെന്റിന്റെ പത്രക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുന്നത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് വീണ ഹവാല ചാനലുകൾ വഴി പണമിടപാട് നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതായി ED പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വരുമാനത്തിൽ കവിഞ്ഞ് വലിയൊരു തുക വീണ കൈകാര്യം ചെയ്തു എന്നാണ് ED പറയുന്നത്. CMRL നിന്ന് അക്കൗണ്ട് വഴി ലഭിച്ച 2.78 കോടി രൂപയേക്കാൾ വളരെ വലിയ തുക വീണ കൈകാര്യം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി 20 കോടി രൂപയിലധികം മൂല്യമുള്ള ഇടപാടുകളുടെ കൈയെഴുത്ത് കണക്കുകൾ ED കണ്ടെടുത്തു. കഴിഞ്ഞ മെയ് 27 വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ കേസിൽ നിർണായകമാണ് എന്ന് ED നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ കണക്കുകൾ പ്രകാരം 85 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ ദുബായിലേക്ക് കൈമാറി എന്നാണ് ED കണ്ടെത്തിയത്. ദിർഹം രൂപത്തിലാണ് ഈ തുക വിദേശത്തേക്ക് അയച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായി ED സംശയിക്കുന്നുണ്ട്. ഇതിനായി ഉപയോഗിച്ച സിം കാർഡിന്റെ ഫോട്ടോയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. വീണ ഇതിനോടകം 2 തവണ ചോദ്യം ചെയ്തിരുന്നു. പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് ED അറിയിക്കുന്നത്. വീണയുടെ ഡയറിയിൽ 20.05 കോടിയുടെ ഇടപാടുകളുടെയും 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയച്ചതിന്റെ വിവരങ്ങളുണ്ട് എന്ന് ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. CMRL കമ്പനിയിൽ നിന്ന് നൽകാത്ത സേവനങ്ങൾക്ക് പണം പറ്റിയെന്ന അന്വേഷണത്തിൽ കോഴിക്കോട് ചൊവ്വാഴ്ച 9 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് EDയുടെ വാർത്താക്കുറിപ്പ്. മെയ് 27 വീണയിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളാണ് വീണ കൈപ്പടയിൽ എഴുതിയ കണക്കുകൾ ഉള്ളത്. പണം കൈകാര്യം ചെയ്തവരുടെയും ചിലവഴിച്ചവരുടെയും കൈമാറിയവരുടെയും പേരുകളും ദുബായിലേക്ക് അയച്ചതിന്റെ വിവരങ്ങളും ഇതിലുണ്ട്. UAE ഇന്ത്യൻ കറൻസികളിലാണ് കണക്കുകൾ. ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി വീണ സ്വന്തം പേരിലല്ലാത്ത സിം കാർഡ് വൈഫൈ റൗട്ടറിലൂടെ ഉപയോഗിച്ചു. വീണയുടെ കുറിപ്പുകളിൽ പറയുന്നവരുടെ വീടുകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റെയ്ഡ്. ഈ റെയ്ഡിലും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 15 വർഷത്തിനിടെ CMRL 182 കോടിയുടെ ദുരൂഹ ചിലവുകൾ നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് നൽകിയ 2.78 കോടിയും ഇതിൽ ഉൾപ്പെടുന്നു. എന്തായാലും ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഡയറി എഴുത്ത് അത്ര നല്ല പണിയല്ല എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.